സേട്ടുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു നല്ല ചൂണ്ട മേടിക്കണം എന്നുള്ളത്. ഇത്തവണ ദുബായിൽ നിന്ന് വന്നപ്പോൾ കാര്യപ്പെട്ട് കൊണ്ടുവന്ന സാധനമായിരുന്നു. ചൂണ്ടയിടാൻ വേണ്ടി കോഴിക്കോട് ബീച്ച് വരെ ഞങ്ങൾ എത്തി. ഇതിലൊരു മീനെങ്കിലും കിട്ടാതെ ഇനി തിരിച്ചു പോക്കില്ല എന്നുള്ള വാശിയിലാണ് ഈ പുള്ളിക്കാരൻ. അതുകൊണ്ട് ഇത്തവണ അമരമ്പലത്ത് ഞങ്ങൾ എല്ലാവരും അമ്മമ്മയുടെ പിറന്നാളിന് ഒത്തുകൂടിയ സമയത്ത് ഞാനും പൊന്നും കൊട്ടും സേട്ടും കൂടെ അമരമ്പലം പുഴയിലേക്ക് വെച്ച് പിടിച്ചു. എങ്ങാനൊരു മീൻ കിട്ടിയാലോ. യൂട്യൂബിലൊക്കെ നോക്കി കാര്യപ്പെട്ട് റിസർച്ച് നടത്തിയിട്ടാണ് കേട്ടോ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് മൂപ്പര്. അതുകൊണ്ട് ഒരു മീനെ പോലും കിട്ടാതെ ഇനി തിരിച്ചു വരവില്ല എന്നുള്ള വാശിയിൽ. അതുകൊണ്ട് സദ്യ കഴിച്ച് ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരെയും ആട്ടിത്തൊളിച്ച് ഈ നട്ടുച്ച നേരത്താണ് കൊണ്ടുവരുന്നത്. വീട്ടിൽ നിന്ന് അതിനുള്ള ചീത്ത വേറെ ഉണ്ടായിരുന്നു. കുട്ടുവരുന്നു മീൻ പരികറങ്ങി ഒരു മീനെ പോലും കിട്ടാണ്ട് ഈ പുള്ളിക്കാരൻ എന്തായാലും തിരിച്ചു വരില്ല. ഇന്ന് രാത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോവും വേണം. ആദ്യത്തെ ഉന്നെറിഞ്ഞത് നേരെ ഒരു മാങ്ങ പോലും ഇല്ലാത്ത മാവ്. രണ്ടാമതെറിഞ്ഞതും വീണ്ടും മരത്തില്. ഈ റിയലിന്റെ കുഴപ്പം തന്നെ മരത്തിൽ ചൂണ്ടിടാൻ മാങ്ങ പോലും ഇല്ല. അവിടുന്ന് ഒരു മീൻ പോലും കിട്ടാത്തത് ആ സ്ഥലത്തിന്റെ കുഴപ്പമാണത്രേ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും വെച്ചു പിടിച്ചു. സേട്ടൂരൊരു ആഗ്രഹപൂർത്തിക്കായിട്ട് ഈ കണ്ണി കണ്ട ചപ്പിളിയും കാടും മടലൊക്കെ താണ്ടാനാണ് ഞങ്ങളെ 3 പേരുടെയും. എന്നാലോ മീൻ പോയിട്ട് ഒരു പ്രാണി പോലും കുടുങ്ങുന്നുമില്ല. നീണ്ട നിരന്തരമായ പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും തോൽവി സമ്മതിക്കാതെ വീണ്ടും മീന് നീരാളി മീൻ പിടിക്കാൻ മാത്രമുള്ള